السلام عليكم ورحمة الله وبركاته. الحمد لله، الصلاة والسلام على رسول الله وعلى آله وصحبه أجمعين، أما بعد. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ഏറെ സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസി സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, സർവലോക സ്രഷ്ടാവായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ എല്ലാ സന്ദർഭത്തിലും പാലിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഉണർത്തുകയാണ്, ചെയ്യുകയാണ്. അല്ലാഹു അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധ ഖുർആൻ പഠിക്കാനും മനസ്സിലാക്കാനും വേണ്ടി ഒരുക്കിയ സദസ്സിലാണ് നാം ഒരുമിച്ചിരുന്നത്. ഖുർആൻ അത് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിന്റെ എല്ലാ ഘട്ടങ്ങളിലും അതിന് മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നത് പരിശുദ്ധ ഖുർആനാണ്. ആ ഖുർആൻ അനുസരിച്ച് ജീവിക്കുമ്പോഴാണ് ജീവിതത്തിലെ എല്ലാ ഹൈറുകളും നമുക്ക് ലഭിക്കുന്നത്. അതോടൊപ്പം തന്നെ പരിശുദ്ധ ഇസ്ലാം നമുക്ക് പഠിപ്പിച്ച പരലോകവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ദീനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും അതൊക്കെ കൃത്യമാകുന്നത്, ക്ലിയർ ആകുന്നത് ആ ഖുർആൻ പഠിച്ചു മനസ്സിലാക്കുമ്പോൾ. എന്നാൽ ഖുർആൻ പഠിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതും എങ്ങനെയാണ്? അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞതുപോലെ ഖുർആൻ പഠിക്കുക എന്നുള്ളതോ വായിക്കുക എന്നുള്ളതോ ഓതി തീർക്കുക എന്നുള്ളതിലോ അപ്പുറം ആ ഖുർആനിനെ ആ ഖുർആനിനെ പിൻപറ്റുന്ന ആളുകളുടെ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടാമെന്നത്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും അനിവാര്യമായ കാര്യം. അതാണ്. മറ്റുള്ളതിനൊക്കെ കൂലിയുണ്ട്, അതിൻ്റെതായ മഹത്വങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഏറ്റവും അടിസ്ഥാനപരമായി ഇതൊക്കെ എന്തിനാണ് ചെയ്യുന്നത്? അതിനനുസരിക്കാൻ വേണ്ടിയാണ്. അങ്ങനെ ഒരാൾ ഖുർആനിനെ പിൻപറ്റുകയാണെങ്കിൽ ഫലാ യദില്ലു വലാ യഷ്ഖാ, പിന്നെ അവൻ വഴികേടിലാവുകയില്ല എന്ന്. ഖുർആൻ അനുസരിച്ച് ജീവിക്കുകയാണെങ്കിൽ പിന്നെ വഴികേടിലാവുകയില്ല. വലാ യഷ്ഖാ, അവന് ദൗർഭാഗ്യം ഉണ്ടാവുകയും ഇല്ല. അപ്പൊ ഖുർആൻ അനുസരിച്ച് ജീവിക്കാൻ വേണ്ടിയാണ് നമ്മൾ പഠിക്കുന്നത് എന്ന കാര്യം ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു അത്തരത്തിലുള്ള ആളുകളുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാണ്. ഇവിടെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് സൂറത്തു ശുഅറാ ആണ്. സൂറത്തു ശുഅറായിലെ മൂസാ നബിയും ഫിർഔനുമായി ബന്ധപ്പെട്ട സംഭവം വിശദീകരിക്കുന്ന ഭാഗങ്ങളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ആയത്തുകളിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ചെറിയ ഒരു ആമുഖം ഈ വിഷയത്തിൽ പറയണം എന്ന് വിചാരിക്കുക. പരിശുദ്ധ ഖുർആനിൽ ഇത്തരത്തിൽ ഒരുപാട് പ്രവാചകന്മാരുടെ ചരിത്രം, അവരുടെ കഥകൾ, അവരുടെ സമുദായത്തിലുണ്ടായ താരീഖുകൾ നമുക്ക് പഠിപ്പിച്ചു തരും. ഒരുപാട് സംഭവങ്ങൾ ഖുർആനിൽ കൊടുത്തു. എന്തിനാണ് യഥാർത്ഥത്തിൽ ഖുർആനിൽ ഇത് കൊടുത്തത്? നമ്മൾക്കൊക്കെ ചരിത്രം വായിക്കാനും പഠിക്കാനും ഒക്കെ നല്ല ആഗ്രഹമാണ്, താല്പര്യമാണ്. പക്ഷെ ഖുർആനിലുള്ള ഈ ചരിത്രവും ഹദീസുകളിലുള്ള ചരിത്രവും, അതല്ലെങ്കിൽ നമ്മൾ വേറെ സ്വഹാബികളുടെ സംഭവങ്ങളോ ചരിത്രങ്ങളോ ഒക്കെ വായിക്കുന്നത് എന്തിനാണ് എന്നുള്ളത് നമ്മൾ അടിസ്ഥാനപരമായി മനസ്സിലാക്കി. ഒരുപാട് ഉദ്ദേശങ്ങൾ ആ ചരിത്രം അവിടെ പറയുന്നതിലൂടെ അല്ലാഹു വെറുതെ ഒരു ചരിത്രം അല്ലെങ്കിൽ പേജുകൾ തികക്കാനോ ആയത്തുകൾ പൂർത്തിയാക്കാനോ അല്ലെങ്കിൽ ഒരു ഭംഗിക്ക് വേണ്ടി ഒരുപാട് നിയമങ്ങൾ പറയുന്നതിനിടയിൽ ഒരു ഭംഗിക്ക് കുറച്ച് ചരിത്രങ്ങൾ കൊടുത്തതല്ല. ആ ചരിത്രം വിശദീകരിക്കുന്നതിലൂടെ, അല്ലെ, ആ സമുദായത്തിൽ എന്തൊക്കെ ഉണ്ടായിട്ടുണ്ടോ എല്ലാ ചരിത്രം പറയണില്ല. നൂഹ് നബി അലൈഹിസ്സലാം 950 വർഷം ജീവിച്ചിട്ടുണ്ട്. ഈ 950 വർഷം സംഭവിച്ച എല്ലാ സംഭവങ്ങളും പറയുന്നുണ്ട് ഖുർആനിൽ, എല്ലാം പറയുന്നുണ്ടോ?
ഇല്ല. അതിൽ നമുക്ക് ചില കാര്യങ്ങൾ തെരഞ്ഞെടുത്തിട്ടാണ് പറയുന്നത്. അപ്പൊ ഈ തെരഞ്ഞെടുത്ത് പറയുന്നതിൽ എന്തുണ്ട്? ചില ഉദ്ദേശങ്ങൾ അല്ലാഹു. അതെന്താണ് പണ്ഡിതന്മാർ അത് നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ഈ ചരിത്രം നമ്മൾ വായിക്കുമ്പോൾ അനിവാര്യമാണ് എന്നുള്ളത് കൊണ്ട് ആ ഭാഗം ഞാനൊന്ന് വിശദീകരിക്കുകയാണ്. എന്താണ് ഒന്നാമത്തേത് പണ്ഡിതന്മാർ പറയുന്നത്? തസ്ബീതു ഖുലൂബിൽ മുഅ്മിനീൻ. ഏതൊരു ചരിത്രം വായിക്കുമ്പോഴും പഠിക്കുമ്പോഴും ഒന്നാമത് നമുക്ക് ലഭിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ഹൃദയത്തിന് ഒരു ദൃഢത, ഒരു ഉറപ്പ് നൽകാൻ വേണ്ടിയാണ് ആ ചരിത്രങ്ങളൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചത്. അല്ല, ഏത് നബിമാരുടെ ചരിത്രവും ഒന്ന് മനസ്സ് തുറന്ന് നമ്മൾ വായിച്ചു നോക്കുകയാണെങ്കിൽ അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം മനസ്സിനൊരു ഉറപ്പ് നൽകുന്നതാണ്. ചിലപ്പോൾ അതേപോലത്തെ എന്തെങ്കിലും സംഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നുണ്ടാകും, അല്ലെങ്കിൽ അതേപോലത്തെ എന്തെങ്കിലും സാഹചര്യങ്ങളിലൂടെ നമ്മൾ കടന്നുപോയിട്ടുണ്ടാകും. അപ്പൊ അവിടെയൊക്കെ നമുക്ക് മനസ്സിനൊരു ഉറപ്പ് നൽകുക എന്നുള്ളതാണ്. പ്രത്യേകിച്ച് മൂസാ നബി അലൈഹി സ്വലാമിന്റെ ചരിത്രം ഒരുപാട് 2-3 ഘട്ടങ്ങളായി അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നടക്കുന്ന ഓരോ സംഭവങ്ങൾ നമ്മൾ വായിച്ചു നോക്കിയാൽ, അല്ലെങ്കിൽ ആ ചരിത്രം ഖുർആനിൽ പറഞ്ഞ രൂപത്തിൽ മനസ്സിരുത്തി നമ്മൾ വായിച്ചു നോക്കിയാൽ നമ്മുടെ ജീവിതവുമായി നമുക്ക് അതിനെ ബന്ധപ്പെടുത്താൻ കഴിയും. അല്ലാഹു പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഹൂദിലെ 120-ാമത്തെ ആയത്ത്, അതിൽ അല്ലാഹു പറയുന്നത് എന്താണ്? വകുല്ലൻ നഖുസ്സു അലൈക മിൻ അംബാഇർ റുസുൽ. നബിയേ, മുമ്പ് കഴിഞ്ഞു പോയ പ്രവാചകന്മാരുടെ ചരിത്രം നിങ്ങൾക്ക് നമ്മൾ പറഞ്ഞു. എന്തിനാണ് പറഞ്ഞു തരുന്നത്? മാ നുസബ്ബിതു ബിഹി ഫുആദക. നിങ്ങളുടെ ഹൃദയത്തിന് ഒരു ഉറപ്പ് നൽകാൻ വേണ്ടിയാണ്, ഒരു ഉറപ്പ് അഥവാ ദൃഢത നൽകാൻ വേണ്ടിയാണ്. അപ്പൊ ആ ചരിത്രമൊക്കെ നമ്മൾ വായിക്കുമ്പോൾ അതിന് കൂടുതൽ വിശദീകരണങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല, സൂചനകൾ മാത്രമാണ് നൽകുന്നത്. ആ ചരിത്രങ്ങളൊക്കെ നമ്മൾ വായിക്കുമ്പോൾ, പ്രത്യേകിച്ച് ഇപ്പൊ ഈ നമ്മൾ വായിച്ചു കൊണ്ടിരിക്കുന്ന ചരിത്രമൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ നമ്മുടെ മനസ്സിനൊരു ഉറപ്പാണ്, അള്ളാഹു നമ്മളെ സഹായിക്കും. അല്ലെങ്കിൽ പ്രതിസന്ധി ഘട്ടങ്ങളിൽ അള്ളാഹുവിന്റെ സഹായം. മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ തന്നെ സംഭവമില്ലേ? മൂസാ നബി അലൈഹി ഇസ്ലാം മദിയനിലേക്ക് പോയ സമയത്ത് അവിടെ ഒന്നുമില്ല, പരിചയമില്ലാത്ത നാട്, പരിചയമില്ലാത്ത ആളുകൾ, എല്ലാ സാഹചര്യങ്ങളും എതിരായി. അപ്പൊ എന്താ പ്രാർത്ഥിച്ചത്? എന്താണ് ആവശ്യം എന്ന് പോലും പറഞ്ഞിട്ടില്ല. നീ എന്താണോ ഖൈർ എനിക്ക് നൽകുന്നത് അതെനിക്ക് ആവശ്യമുണ്ട് എന്നാണ് പറഞ്ഞത്. അള്ളാഹു എല്ലാം കൊണ്ട് സഹായിച്ചു. അദ്ദേഹത്തിന്റെ കല്യാണം കഴിഞ്ഞു, സമ്പത്ത്, അതേപോലെ താമസിക്കാനുള്ള സ്ഥലം എല്ലാം അദ്ദേഹത്തിന് ലഭിച്ചു. അപ്പൊ അതൊരു വായിക്കുന്ന നമുക്ക് എന്തിനാണ്? അതിങ്ങനെ പറഞ്ഞു പോകാനോ അല്ലെങ്കിൽ പ്രഭാഷണങ്ങളിൽ കേൾക്കാനോ മാത്രമാണോ? അല്ലെ, നമ്മുടെ ജീവിതത്തിൽ അത് നമ്മൾ നടപ്പിലാക്കണം. നമുക്ക് പ്രയാസങ്ങൾ വരുമ്പോൾ, ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ അള്ളാഹുവിനോട് ഉടനടി പറയാൻ നമുക്ക് കഴിയണം. അവിടെയുള്ള ഒരുപാട് ആ ചരിത്രം നമ്മൾ വായിച്ചു നോക്കിയാൽ തന്നെ നമുക്കറിയാം. എന്താണ്? മൂസാ നബി പോകുന്നത് ആരുമില്ലാത്തൊരു വിജനമായ സ്ഥലത്തേക്കല്ല, അവിടെ കുറെ ആൾക്കാരുണ്ട്, പിന്നെ എല്ലാം ഒരുപാട് ആളുകൾ താമസിക്കുന്ന അങ്ങനത്തെ ഒരു സ്ഥലമാണ്. അവിടെ മൂസാ നബി അലൈഹി സ്വലാം എന്താണ് ആദ്യം പോയൊരു ജോലി അന്വേഷിക്കല്ലേ ചെയ്യണത്, അല്ലെങ്കിൽ അവിടെയുള്ള ആരോടെങ്കിലും നിങ്ങൾ എന്തെങ്കിലും സഹായിക്കുമെന്ന് ചോദിക്കല്ലേ ചെയ്യണത്. ആദ്യം അള്ളാഹിനോടാണ് പറയുന്നത്. പിന്നെയാണ് എല്ലാം അദ്ദേഹത്തിന്റെ അധ്വാനങ്ങളും മറ്റുമൊക്കെ പിന്നെയാണ് ഉണ്ടാവുന്നത്. അപ്പൊ അവിടെ നിന്ന് മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്? നമ്മുടെ പ്രയാസങ്ങളും ഇത് വായിക്കുന്ന ഒരാൾക്ക് അയാളുടെ മനസ്സിലേക്ക് ആദ്യം വരേണ്ടത് അതാണ്. അതാണ് നമ്മളിവിടെ പഠിക്കുന്നത്. രണ്ടാമത്തേത് ഞാനത് പെട്ടെന്ന് ഓടിച്ചു പറയാം. രണ്ടാമത്തേത് പണ്ഡിതന്മാർ പറയേണ്ടതാണ്, നമ്മൾ ആ ചരിത്രങ്ങളൊക്കെ വായിക്കുന്നതും പഠിക്കുന്നതും അള്ളാഹു മുൻകഴിഞ്ഞു പോയ സമുദായങ്ങളെ എങ്ങനെയാണ് സഹായിച്ചത്, എന്തിനാണ് സഹായിച്ചത്, അത് പഠിക്കാൻ വേണ്ടിയാണ്. ഈ മൂസാ നബിയുടെ ചരിത്രം വായിക്കാൻ നമുക്ക് കിട്ടും. എങ്ങനെയാണ് അള്ളാഹു സഹായിച്ചത്, എന്തിനാണ് അള്ളാഹു സഹായിച്ചത്. അതല്ലെങ്കിൽ മൂന്നാമത്തെ ഒരു കാര്യം പണ്ഡിതന്മാർ പറയണത്, എങ്ങനെയാണ് അള്ളാഹു മുൻകഴിഞ്ഞ സമുദായങ്ങളെ നശിപ്പിച്ചത്, എന്തിനാണ് നശിപ്പിച്ചത്. അത് രണ്ടു വ്യക്തമാണ്. എത്ര വലിയ പ്രതിസന്ധി പ്രയാസഘട്ടങ്ങളിലും അള്ളാഹു പ്രവാചകന്മാരെ സഹായിച്ചിട്ടുണ്ട്. എത്ര വലിയ എന്താ പറയാ കഴിവുള്ള, എത്ര വലിയ ആഡംബരങ്ങളുള്ള, എല്ലാ സൗകര്യങ്ങളുള്ള ആളുകളെ പോലും അള്ളാഹു എന്ത് ചെയ്തിട്ടുണ്ട്? നശിപ്പിച്ചിട്ടുമുണ്ട്. അപ്പൊ അത് അള്ളാഹു നമുക്ക് പറഞ്ഞു തരാൻ വേണ്ടിയാണ്. ഈ കാര്യം ആമുഖമായി നമ്മൾ ഈ ചരിത്രങ്ങളൊക്കെ വായിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? മനസ്സിലാക്കി വെക്കും. അപ്പൊ നമ്മൾ 34 ആയത്ത് പഠിച്ചു അല്ലെ? അതായത് മൂസാ നബി അലൈഹി സ്വലാം തന്റെ വടി അത് നിലത്തിടുന്നതുമായി ബന്ധപ്പെട്ട സംഭവങ്ങളാണ് നമ്മൾ പഠിച്ചത്. അത് പാമ്പായി മാറിയ ആ സംഭവങ്ങളൊക്കെ നമ്മൾ പഠിച്ചു. അപ്പൊ കൂടെയുള്ള ആളുകൾ പറഞ്ഞു, 34-ാമത്തെ ആയത്ത്, ഖാല ലിൽ മലഇ ഹൗലഹു, ഫിർഔൻ പറഞ്ഞു, ലിൽ മല, മല എന്താ?
കൂട്ടം, അവിടെയുള്ള ആളുകൾ, അല്ലെങ്കിൽ മലഇന് വേറൊരു അർത്ഥമുള്ളത് നേതാക്കന്മാർ എന്നാണ്. മല എന്ന് പറഞ്ഞാൽ നേതാക്കന്മാർ എന്നും അർത്ഥമുണ്ട്. രണ്ടും ഈ ആയത്തിൽ ഉദ്ദേശമുണ്ട്. ഒന്നെങ്കിൽ ആളുകളോട് പറഞ്ഞു, അല്ലെങ്കിൽ അവരുടെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ വിളിച്ചു കൂട്ടി പറഞ്ഞു. പ്രധാനികളത് നേതാക്കൾ. ഇന്നഹാദ ലസാഹിറുൻ അലീം. ഇത് കണ്ടപ്പോ ഇതൊരു സാഹിറാണ്. മൂസാ നബി അലൈഹി ഇസ്ലാമിനെ കുറിച്ച് പറഞ്ഞതാണ് ഇതൊരു സാഹിറാണ് എന്ന് പറഞ്ഞു. എല്ലാം അറിയുന്ന, ഇതിലൊക്കെ ഭയങ്കര അറിവുള്ള, അലീം എന്ന് പറഞ്ഞ എന്താ, നല്ല അറിവ് ഉള്ള, അഗാധമായ അറിവുള്ള ഒരു സാഹിറാണ് ഇത് എന്ന് മൂസാ നബി അലൈഹി സ്വലാമിനെ കുറിച്ച് അവിടെ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു യുരീദു, അവൻ ഉദ്ദേശിക്കുന്നത്, മൂസാ നബിയാണ് ഇവിടെ പറയുന്നത്, അദ്ദേഹം ഉദ്ദേശിക്കുന്നത് എന്താണ്, അൻ യുഖ്രിജകും മിൻ അർദികും. യുരീദു ഉദ്ദേശിക്കുന്നു, അൻ യുഖ്രിജകും, എന്താണ് അഖ്റജ യുഖ്രിജു, ഖറജ എന്താണ്, ഖറജ എന്ന് പറഞ്ഞാൽ പുറത്ത് പോയതാണ്, യുഖ്രിജകും എന്ന് പറഞ്ഞാൽ അഖ്റജ എന്ന് പറഞ്ഞാൽ പുറത്താക്കണം. അപ്പൊ യുരീദു, മൂസാ നബി ഉദ്ദേശിക്കുന്ന, അല്ലെങ്കിൽ മൂസ ഉദ്ദേശിക്കുന്ന എന്താണ്, യുഖ്രിജകും, നിങ്ങളെ പുറത്താക്കാനാണ്, മിൻ അർദിക്കും, നിങ്ങളുടെ നാട്ടിൽ നിന്ന്, നിങ്ങളുടെ ഈ ഭൂമികയിൽ നിന്ന് നിങ്ങളെ പുറത്താക്കാനാണ് മൂസ ഉദ്ദേശിക്കുന്നത്. ബിസിഹ്രിഹി, അവന്റെ ഈ ജാലവിദ്യ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളെ പുറത്താക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഫമാദാ തഅ്മുറൂൻ, എന്താണ് പിന്നെ നിങ്ങൾ ഇവന്റെ കാര്യത്തിൽ കൽപ്പിക്കുന്നത്? ഫമാദാ, എന്താണ് നിങ്ങളുടെ കൽപ്പന, എന്താണ് എന്ന് അവിടെ ആളുകളോട്, കൂടി നിന്ന ആളുകളോട് ചോദിക്കണം. മൂസാ നബി അലൈഹി ഇസ്ലാം അവരുടെ പ്രധാനികളോടോ അല്ലെങ്കിൽ നേതാക്കളായ ആളുകളോടോ ചോദിക്കുന്ന ഒരു കാര്യമാണ്. ഇവിടെ ഈ ഒരു ആരോപണം നിങ്ങളുടെ നാട്ടിൽ നിന്ന് നിങ്ങളെ പുറത്താക്കാനാണ്. ഇത് ഓരോ പ്രവാചകന്മാരുടെ ചരിത്രം നമ്മൾ എടുത്തു നോക്കിയാലും, നമ്മുടെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം നമ്മൾ എടുത്തു നോക്കിയാലും, ശത്രുക്കൾ എപ്പോഴും പറയുന്ന ആരോപണങ്ങളിൽ ഒന്നായിരുന്നു അത് എന്ന്. എന്താണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറഞ്ഞെന്താ, മുഹമ്മദ് നമ്മൾ തമ്മിലുള്ള ബന്ധം എന്തെയാണ്, നമ്മുടെ ബന്ധങ്ങളെ മുറിക്കാൻ, നമ്മുടെ കുടുംബ ബന്ധങ്ങളെ മുറിച്ച് നമ്മൾ വേറെ വേറെ ആക്കുക, അല്ലെങ്കിൽ നമ്മുടെ തമ്മിൽ ഭിന്നിപ്പുണ്ടാക്കാനാണ് മുഹമ്മദ് എന്ത് ചെയ്യുന്നത്, ഉദ്ദേശിക്കുന്നത്. അതല്ലെങ്കിൽ നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ ചരിത്രത്തിലും ഷുഐബ് നബിയുടെ ചരിത്രത്തിലും അവിടൊക്കെ നമുക്ക് ഇങ്ങനെയുള്ള ആരോപണങ്ങൾ നമ്മൾ കാണും. പണ്ഡിതന്മാർ എല്ലാ സമുദായങ്ങളും ആരോപിച്ച, എന്താ പറയാ, ഒരേപോലെയുള്ള സാമ്യതയുള്ള ആരോപണങ്ങൾ എന്ന് പറഞ്ഞിട്ട് 5 കാര്യങ്ങൾ എണ്ണി പറയുന്നു. അതിലൊന്നാണ് ഇത്. രണ്ടാമത്തേതാണ് സിഹർ. എല്ലാ അധിക പ്രവാചകന്മാരെ നമ്മൾ എടുത്തു നോക്കിയാൽ അവിടെ എന്ത് കാണാം, വിശ്വാസത്തിൽ അടക്കമുള്ള പ്രവാചകന്മാരിൽ സാഹിറാണ് എന്ന ആരോപണം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ പറ്റും. അപ്പൊ അതിൽപ്പെട്ടതാണ് ഇത്. നിങ്ങളെ നാട്ടിൽ നിന്ന് പുറത്താക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അഥവാ ഈ സിഹറൊക്കെ കാണിച്ച് ആളുകളൊക്കെ ഒരുമിച്ച് കൂട്ടി ഒരു വലിയ ടീമായി പിന്നെ നിങ്ങളുടെ നാട് നിങ്ങളിൽ നിന്ന് പിടിച്ചെടുക്കാനാണ് ഇവർ ഉദ്ദേശിക്കുന്നത് എന്ന് അവിടുന്ന് പറഞ്ഞു. അപ്പൊ മൂസാ നബി അലൈഹി ഇസ്ലാം അവരോട് ചോദിക്കാൻ, അപ്പോ അവര് പറഞ്ഞു, 36-ാമത്തെ ആയത്, അടുത്ത ആയത്, ഖാലു. ഈ ഖാലു ആരാണ്? ആര്? അല്ല, അവിടെ ആരോടാണ് പറയണത്? മൂസാരോടെ പറയണത്, ഫിറഔൻ ആരോടെ പറയണത്? അവരുടെ മലഇകൾ. ആ മലഇകൾ പറഞ്ഞു എന്ത്, അർജ്, കുറച്ച്, അർജ് എന്ന് പറഞ്ഞാല് കുറച്ച് സമയം, കുറച്ച് സമയം നമുക്ക് ഒരു അവസരം കൊടുക്കാന്ന് പറയില്ല നമ്മൾ. ഒരു അവസരം നിങ്ങൾക്ക് കൊടുക്കുക, ഒരു സാവകാശം നമ്മൾ കൊടുക്കും. അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ സഹോദരനും നമുക്ക് എന്ത് ചെയ്യാം, ഒരു സമയം നമുക്ക് കൊടുക്കാം. പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഒരാളെ നമുക്ക് പറഞ്ഞേക്കാം, ഒരു അവസരം കൊടുക്കാന്ന് പറഞ്ഞാൽ ഈ സിഹർ പ്രകടിപ്പിക്കാനുള്ള ഒരു അവസരം നമുക്ക് എന്ത് ചെയ്യാം, അല്ലെങ്കിൽ ഇത് പരിശോധിക്കാനുള്ള ഒരു അവസരം നമുക്ക് കൊടുക്കാം. ആളുകൾ എന്ത് ചെയ്യാം, മദായിൻ എന്ന് പറഞ്ഞാൽ എന്താ, മുദ്ന് എന്ന് പറഞ്ഞാല്, മദീന എന്ന് പറഞ്ഞാൽ എന്താ, നാടുകൾ. മദായിൻ എന്ന് പറഞ്ഞാല് നാടുകളിലേക്ക്, അഥവാ ഇദ്ദേഹത്തിന്റെ അധികാര പരിധിയിലുള്ള മറ്റു സ്ഥലങ്ങളിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യാം, ആളുകൾ, ദൂതന്മാരെ പറഞ്ഞേക്കാം. ഹാഷിരിൻ, അവരൊക്കെ എന്ത് ചെയ്യട്ടെ, അവരൊക്കെ ഒരുമിച്ച് കൂടട്ടെ എന്നാണ്. അഥവാ എല്ലാവരും വന്ന് ഒരുമിച്ച് കൂടട്ടെ, എല്ലാവരും നമുക്ക് എന്ത് ചെയ്യാം, ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂട്ടാം എന്ന് മൂസാ നബി അലൈഹി ഇസ്ലാമിനോട് ആളുകളൊരു നിർദ്ദേശം കൊടുക്കാൻ, ഇങ്ങനെ നമുക്ക് ചെയ്യാം. എന്നിട്ട് നിങ്ങളുടെ അടുത്തേക്ക് കൊണ്ടുവരപ്പെടും അലീം,
എല്ലാ ജാലവിദ്യക്കാരും അഥവാ മൂസാ നബിയെ പോലെ നല്ല അറിവുള്ള അതേ രൂപത്തിൽ സാഹിറുൻ അലീം മൂസാ നബിയെ കുറിച്ച് പറഞ്ഞു. അതേപോലെ മൂസാ നബിക്ക് സിഹറല്ല, നമ്മൾ പറഞ്ഞതാണ്, ഫിറഔന്റെ ആരോപണമായിക്കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യണത് ഇത് പറയുന്നത്. അബികുല്ലി സഹാരിൻ അലീം, എല്ലാ രൂപത്തിലുള്ള സാഹിര്യങ്ങളെയും കൊണ്ട് നമുക്ക് വരാം, അല്ലെങ്കിൽ നിന്റെ അടുത്തേക്ക് വരട്ടെ. അത് അവർ കൊടുക്കുന്ന നിർദ്ദേശമാണ് കേട്ടോ. ഏറ്റവും നിന്റെ അടുത്തേക്ക് അവർ വരട്ടെ എന്ന് നിർദ്ദേശം കൊടുത്തു. അപ്പൊ ജമാ എന്ന് പറഞ്ഞാൽ ഒരുമിച്ച് കൂടി എന്നാണ്. ജുമിയ ഒരുമിച്ച് കൂടപ്പെട്ടു, അതിന്റെ ഒരു ഇൻഡയറക്ട് വേർഷൻ. അപ്പൊ എല്ലാവരും സഹറ, സാഹിറിന്റെ ബഹുവചനാണ് എന്ത്? സഹറ. സാഹിര്യങ്ങളൊക്കെ ഒരുമിച്ച്. സഹറ സാഹിർ ഉണ്ടല്ലോ, സഹാർ എന്ന് പറഞ്ഞാൽ അത് നേരത്തെ പറഞ്ഞ സാഹിറില്ലേ, സാഹിറിന്റെ ഒരു ഇതാണ്, അതിന്റെ ഒരു ഗൗരവം കൂട്ടുന്നപ്പോ നമ്മൾ പറയില്ലേ, എന്താ പറയാ, പിന്നെ അങ്ങനെ സാഹിര്യങ്ങളൊക്കെ ഒരുമിച്ച് കൂടി. ലിമീഖാത്തി യൗമിൻ മഅലൂം, അവരൊക്കെ അവിടെ ആ സ്ഥലത്ത് അവരൊക്കെ എന്ത് ചെയ്തു? മീഖാത്തി യൗമിൻ മഅലൂം, ആ ദിവസത്തിൽ അല്ലെങ്കിൽ ആ നിശ്ചയിച്ച സമയത്ത് നിശ്ചയിച്ച സ്ഥലത്ത് എല്ലാവരും എന്ത് ചെയ്തു? അവിടെ ഒരുമിച്ചു. അപ്പൊ ഇവിടെ മൂസാ നബി അലൈഹി ഇസ്ലാമിനോട് തർക്കിക്കാൻ, അല്ലെങ്കിൽ മൂസാ നബി അലൈഹി ഇസ്ലാമിനോട് എന്താ പറയാ മത്സരിക്കാൻ ലോകത്തുള്ള വ്യത്യസ്ത ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകളെ കൊണ്ടുവന്നു എന്നാണ്. അവിടെ 5 വിഭാഗം അറിയപ്പെട്ട സാഹിര്യങ്ങൾ ഉണ്ടായിരുന്നു എന്ന് ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. ആ 5 വിഭാഗത്തിലുള്ള ആളുകളെയും അവിടെ കൊണ്ടുവരപ്പെട്ടു എന്ന് ഇമാം തബരിയൊക്കെ തഫ്സീറിൽ പറയുന്നത്, ഇന്ത്യയിൽ നിന്ന് വരെ അന്ന് എന്ത് ചെയ്തിരുന്നു, ഇന്ത്യ അന്ന് സാഹിര്യങ്ങളുടെ നാടായിരുന്നു എന്ന്. ആ കാലഘട്ടത്തിൽ സാഹിര്യങ്ങളെ കൊണ്ട് നിറഞ്ഞ, അല്ലെങ്കിൽ ഒരുപാട് സാഹിര്യങ്ങളുള്ള, സിഹിറിന്റെ ജാലവിദ്യക്കാരുള്ള നാടായിരുന്നു ഇന്ത്യ. അപ്പൊ ഇന്ത്യയിൽ നിന്ന് വരെ എന്ത് ചെയ്തു വന്ന് സാഹിര്യങ്ങൾ വന്നിരുന്നു എന്നാണ്. അവരുടെ കണക്കുകളൊക്കെ ചില പണ്ഡിതന്മാർ അല്ലെങ്കിൽ ചില തഫ്സീറുകളിലൊക്കെ അത്തരത്തിലുള്ള ചില ആളുകളുടെ കണക്കുകൾ നമുക്ക് പറയുന്നത് കാണാം. അവർ 12,000 ആളുകൾ ഉണ്ടായിരുന്നു എന്നാണ് ചില മുഫസ്സിരീങ്ങൾ രേഖപ്പെടുത്തുന്നത്. 12,000-ഓളം ആളുകൾ സാഹിര്യങ്ങളെയാണ് മൂസാ നബി അലൈഹി ഇസ്ലാമിനോട് എന്ത് ചെയ്യാൻ പോകുന്നത്? തർക്കിക്കാൻ വേണ്ടി. അപ്പൊ ഇതിന്റെ തഫ്സീറിൽ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞ ഒരു വാചകം, അത് ഇന്നത്തെ കാലത്ത് നമ്മൾ ഏറ്റവും പ്രസക്തമായി അല്ലെങ്കിൽ നമ്മൾ നേരിട്ട് കാണുന്ന ഒരു കാര്യമാണ്. എന്താണ് ഈ സംഭവങ്ങളൊക്കെ പറഞ്ഞു? എന്തിനാണ് മൂസാ നബി അലൈഹി ഇസ്ലാമിനെ എതിർക്കാൻ വേണ്ടി പിന്നെ അവരെ കൊണ്ടുവന്നു എന്നൊക്കെ പറഞ്ഞിട്ട് എന്തിനാണ് എന്ന് ഇമാം ഇബ്നു കസീർ പറയാണ്. വലിതദ്ഹറ ആയാതുല്ലാഹ് വഹുജ്ജതുഹു വബറാഹീനുഹു അലന്നാസി ഫിന്നഹാരി ജഹറതൻ. എന്തിനാണ്? ഇതിപ്പോ ഫിറഔനാണ് എന്ത് ചെയ്തത്? ഫിറഔൻ അല്ലെങ്കിൽ ഫിറഔനിന്റെ ആളുകളാണ് ഇങ്ങനെ ഒരു അവസരം മൂസാ നബിക്ക് ഒരുക്കി കൊടുക്കുന്നതല്ലേ. മൂസാ നബി അലൈഹി ഇസ്ലാം ഫിറഔന്റെ കുറച്ച് ആളുകൾക്ക് മുമ്പിൽ പ്രകടിപ്പിച്ച മൂസാ നബിയുടെ മുഅ്ജിസത്ത്, അത് എല്ലാവർക്കും മുമ്പിൽ കാണിച്ചു കൊടുക്കാൻ മൂസാ നബിക്ക് ആരാണ് അവസരം ഒരുക്കി കൊടുക്കുന്നത്? ഫിറഔനാണ്. അതെന്തിനാണ്? വലിതദ്ഹറ ആയാതുല്ലാഹ്, അള്ളാഹുവിന്റെ ആയാത്തുകൾ, അള്ളാഹുവിന്റെ ദൃഷ്ടാന്തം അത് പ്രകടമാക്കാൻ വേണ്ടി മൂസാ നബിക്ക് ഫിറഔന് തന്നെ എന്ത് ചെയ്യാണ്? ഒരവസരം ഒരുക്കി കൊടുക്കാൻ. വഹുജ്ജതുഹു, അള്ളാഹുവിന്റെ ആ ദൃഷ്ടാന്തവും അള്ളാഹുവിന്റെ ആയാത്തുകളും അലന്നാസ്, ജനങ്ങൾക്ക്, ഫിന്നഹാർ, പകൽ വെളിച്ചത്തിൽ, ജഹറത്തൻ, പ്രകടമായിട്ടുണ്ട്. ഇത് ശരിക്കും ഇന്നത്തെ കാലത്ത് നമ്മൾ എന്ത് ചെയ്യുന്നതാണ്? നമ്മൾ നമ്മുടെ നാട്ടിൽ കണ്ടുകൊണ്ടിരിക്കണം അല്ലെ. ആളുകൾക്ക്, നിങ്ങൾ ഒരു 10 വർഷം ബാക്കിലേക്ക് നോക്കിയാൽ ചിലപ്പോൾ ആളുകൾക്ക് ഇസ്ലാം എന്ന് കേട്ടുകേൾവി മാത്രം ഉണ്ടാവും. പക്ഷെ ഇന്ന് ഇസ്ലാമിന്റെ പല നിയമങ്ങളും എന്താണ്? ചാനൽ ചർച്ചകളിലൂടെ അത് ഇസ്ലാമിന്റെ ശത്രുക്കൾ തന്നെ എന്ത് ചെയ്യാണ്? ഒരവസരം ഉണ്ടാക്കുകയാണ്. ഇപ്പൊ വഖഫുമായി ബന്ധപ്പെട്ട വിഷയം അവർ തന്നെ ഉണ്ടാക്കുകയാണ് ഒരു അവസരം, അത് ചർച്ച ചെയ്യാനും അത് പഠിക്കാനും അത് മനസ്സിലാക്കാനും. അതിലൂടെ എന്ത് ചെയ്യണം? ഒരുപാട് ആളുകൾ എന്ത് ചെയ്യാണ്? അത് ഇതിപ്പോ നമുക്ക് കുറച്ച് ഒരു 4 വർഷം മുന്നേ പോയാൽ നമ്മുടെ നാട്ടിൽ പറവൂർ ഒരു സംഭവം ഉണ്ടായി, നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? പറവൂർ ഒരു പിന്നെ ഫീൽഡ് ദാവക്ക് പോയ സമയത്ത് ആളുകൾ പിടിക്കപ്പെട്ടു, പിന്നെ മർദ്ദിക്കപ്പെട്ടു, അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായി. അവസാനം എന്താ, നിയമസഭയിൽ വരെ അള്ളാഹുവിനെ മാത്രം ആരാധിക്കണമെന്ന ആ ലഘുലേഖ വായിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അപ്പൊ ശരിക്ക് എന്താണ് ഈ മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ ഈ പറയുന്ന സംഭവം ഇന്ന് നമ്മുടെ നാട്ടിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കണം. ഓരോ വീട്ടിലും ഇസ്ലാമിനെ കുറിച്ച് എന്ത് ചെയ്യപ്പെടുന്നുണ്ട്? പറയപ്പെടുന്നുണ്ട്. ഓരോ വീട്ടിലും ഇസ്ലാമിനെ കുറിച്ച് ചർച്ച ചെയ്യപ്പെടുകയാണ്. ഇസ്ലാമിനെ കുറിച്ച്, ഇസ്ലാമിന്റെ മഹത്വത്തെ കുറിച്ച്, ഇസ്ലാമിന്റെ നിയമം. വഖഫിന്റെ നിയമം മുസ്ലിമീങ്ങൾക്ക് വരെ പരിചയമില്ലാത്ത നിയമമാണെന്ത്? മുസ്ലിമീങ്ങൾക്ക് വരെ ചോദിച്ചാൽ പറയും വഖഫിന്റെ നിയമങ്ങൾ എന്താണ്,
അതിന്റെ പിന്നെ എന്തൊക്കെയാണ് അതിന്റെ കാര്യങ്ങൾ എന്ന് മുസ്ലിമീങ്ങൾക്ക് വരെ എന്ത് ചെയ്യില്ല. അതുപോലും ഇന്ന് എല്ലാ വീടുകളിലും ചർച്ചയാണ്. എന്താണ് ഇസ്ലാം തലാഖ്. ഇതൊക്കെ മുസ്ലിമീങ്ങൾക്ക് വരെ അപരിചിതമായ നിയമങ്ങളാണ്, അല്ലെങ്കിൽ മുസ്ലിമീങ്ങൾ വരെ അങ്ങനെ പഠിക്കാത്ത വിഷയങ്ങളാണ് അതുവരെ ഇന്ന് ചർച്ച ചെയ്യപ്പെടുന്നത്. അപ്പൊ ഇത് ഇമാം ഇബ്നു കത്തീർ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്ന ഈ വാചകം അത് വളരെ ശ്രദ്ധേയമായ ഒരു വാചകമാണ്. അങ്ങനെയുള്ള ഒരു അവസരം അള്ളാഹു നമുക്ക് എന്ത് ചെയ്തു തരാണ്, ഒരുക്കി തരാം. അപ്പൊ അങ്ങനെ ഒരു അവസരം ലഭിക്കുമ്പോൾ ഒരു മുസ്ലിം എന്താണ് ചെയ്യേണ്ടത്? അത് ഉപയോഗപ്പെടുത്തുകയാണ് യഥാർത്ഥത്തിൽ ഒരു മുസ്ലിം ചെയ്യേണ്ടത് എന്നുള്ളതാണ്. ഇനി അപ്പൊ ഞാൻ ഈ അടുത്ത് ഞാൻ കണ്ടൊരു കമന്റാണ് യൂട്യൂബിൽ. പിന്നെ നമ്മള് ചികിത്സയുമായി ബന്ധപ്പെട്ട് ഇപ്പൊ ഒരു വിവാദം നടന്നു. അപ്പൊ ചികിത്സയെ കുറിച്ച് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് വിശദീകരിക്കുന്ന ഒരു സംസാരം ഉണ്ടായപ്പോ ഒരാൾ പറഞ്ഞു, അപ്പൊ ഇസ്ലാമിൽ ഒരു ചികിത്സയെ കുറിച്ച് പോലും ഇത്ര ആഴത്തിലുള്ള കാഴ്ചപ്പാട് ഇസ്ലാമിനുണ്ടില്ലേ, അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടല്ലോ എന്ന രൂപത്തിൽ ഒരു കമന്റ് ഞാൻ കണ്ടു. അപ്പൊ അത് ഇസ്ലാം എന്ത് ചെയ്യാണ്, അത് ആളുകൾ ഒരുക്കി തരുന്ന, അല്ലെങ്കിൽ ഇസ്ലാമിന്റെ ശത്രുക്കൾ തന്നെ നമുക്ക് ഒരുക്കി തരുന്ന അവസരങ്ങളാണ്. അതൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, അത് ഇസ്ലാമിന്റെ കാര്യങ്ങൾ എത്തിക്കാനും നമ്മളത് ഉപയോഗപ്പെടുത്താം. അപ്പൊ എന്തായി, സാഹിര്യങ്ങളെയൊക്കെ നമുക്ക് കൊണ്ടുവരാം എന്ന തീരുമാനം അവർക്കുണ്ടായി. ഇവിടെ ഈ പറഞ്ഞ സംഭവം പരിശുദ്ധ ഖുർആൻ ഇതിന്റെ ഒരു മഹത്വം മനസ്സിലാക്കാനാണ്. ഈ ഒരേ സംഭവം ഖുർആനിൽ എന്ത് ചെയ്തിട്ടുണ്ട്, എത്ര സ്ഥലത്ത് വന്നിട്ടുണ്ട്? 3 സ്ഥലത്ത് ഈ സാഹിര്യങ്ങളെ കൊണ്ടുവന്നതും അവർ തമ്മിൽ നടന്ന ചർച്ചകളും 3 സ്ഥലത്ത് ഖുർആനിൽ ആവർത്തിച്ച് അല്ലാഹു എന്ത് ചെയ്യുന്നുണ്ട്, പറയുന്നുണ്ട്. എവിടെയൊക്കെയെന്ന് പറയാൻ പറ്റാത്തതിലും അമ്പിയാര് ഉണ്ട്, പിന്നെ സൂറത്തുൽ അഅറാഫ്, സൂറത്തു ത്വാഹ, 3 സൂറത്തു ശുഅറ. ഈ 3 സ്ഥലങ്ങളിൽ അല്ലാഹു പറയുന്നു. ഇവിടെ ഈ സൂറത്തിലാണ് ഒന്ന് ചുരുക്കി പറഞ്ഞത്. സൂറത്തു അഅറാഫില് വിശാലമായി കുറച്ച് കാര്യങ്ങൾ കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ നമുക്ക് പറയുന്നുണ്ട്. എന്തുകൊണ്ടാണത്? അതും ചില പണ്ഡിതന്മാർ വിശദീകരിക്കും. എന്തുകൊണ്ടാണ് 3 സ്ഥലങ്ങളിൽ അള്ളാഹു ആവർത്തിച്ച് പറഞ്ഞു? ചില ചരിത്രങ്ങൾ അങ്ങനെയാണ്, അള്ളാഹു ആവർത്തിച്ച് ചില സ്ഥലങ്ങളിൽ പറയും. എന്താണ് അവിടെ ഉദ്ദേശം? എന്താണ്? കിബുത്തികളായ ആളുകൾ അവർ ഉദ്ദേശിച്ചത് എന്താണ്? അള്ളാഹുവിന്റെ പ്രകാശത്തെ കെടുത്തിക്കളയാനാണ് അവർ എന്ത് ചെയ്തത്, ഉദ്ദേശിച്ചത്. അപ്പൊ അതിനെ അള്ളാഹു വെളിച്ചം അള്ളാഹു കാണിച്ചു കൊടുത്തതിനെ അള്ളാഹു സുബ്ഹാനഹു വ തആല ആവർത്തിച്ചുകൊണ്ട് അവിടെ പിന്നെ പറഞ്ഞതാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. സൂറത്തു അംബിയ പിന്നെ മറ്റു പറഞ്ഞ സൂറത്തുകളിലൊക്കെ നമുക്കത് വ്യക്തമായി കാണാൻ കഴിയും. അപ്പൊ അങ്ങനെ കൊണ്ടുവരാൻ അവർ തീരുമാനിച്ചപ്പോൾ എവിടെ നിന്നൊക്കെ കൊണ്ടുവന്നു ആ കാര്യങ്ങളൊക്കെ നമ്മൾ ഇവിടെ പഠിച്ചു. അങ്ങനെ ജനങ്ങളോട് പറയപ്പെട്ടു, വഖീല ലിന്നാസ്, അങ്ങനെ ജനങ്ങളോട് ചോദിച്ചു, അല്ലെങ്കിൽ ജനങ്ങളോട് ചോദിക്കപ്പെട്ടു, ഹൽ അൻതും മുജ്തമിഊൻ, അഥവാ എന്താണ് ഇത്? അതെ, നിങ്ങൾ എല്ലാവരും ഒരുമിച്ച് കൂടുകയല്ല. അഥവാ ഫിറഔൻ എന്ത് ചെയ്യാണ്, വിളിച്ചുകൂട്ടി. എന്നിട്ട് അവരെന്ത് ചെയ്യാണ്, പിന്നെ അവരെ ഇതിന്റെ ആളുകളാകാൻ വേണ്ടി, അല്ലെങ്കിൽ ഇതിൽ പങ്കാളികളാകാൻ വേണ്ടി ഫിറഔൻ ക്ഷണിക്കുകയാണ്. അപ്പൊ അതിൽ ഞാൻ നേരത്തെ പല അഭിപ്രായങ്ങളുണ്ട്. 12,000 ആളുകളാണ് അത്, അല്ലെങ്കിൽ പിന്നെ അങ്ങനെ 5,000 ആളുകളാണ്. അങ്ങനെ പല അഭിപ്രായങ്ങളും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ പറ്റും. ഞാൻ നേരത്തെ 5 പറഞ്ഞത്, 5 അല്ല, 4 പ്രധാനപ്പെട്ട സിഹിറിന്റെ കേന്ദ്രങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് ലോകത്ത്. ഒന്ന് സാബൂർ, ആസൂർ, ഹത്ത്, പിന്നെ മുസഫ. ഇങ്ങനെ 4 കേന്ദ്രങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ്, പ്രധാനപ്പെട്ട സിഹിറിന്റെ കേന്ദ്രങ്ങൾ. അപ്പോ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇവിടെ സിഹിർ പറയുമ്പോൾ സിഹിർ 2 തരത്തിലുള്ള സിഹിർ ഉണ്ട്. ഇവിടെ പറയുന്ന എന്താണ് 2 തരത്തിലുള്ള സിഹിർ? അതാണ് ഈ പറയുന്നത്, ജാലവിദ്യയാണ് ഈ പറയുന്നത്. രണ്ടാമത്തെ സിഹിർ ഏതാണ്? അത് ശൈത്താനിന്റെ ഇടപെടലുള്ള ഹദീസുകളിൽ വന്ന ഒരു സിഹിറും കൂടി ഉണ്ട്. മനസ്സിലായില്ലേ? അത് ഇൻഷാ അല്ലാഹ് നമുക്കൊന്ന് വിശദീകരിക്കാം. അപ്പോ എന്തായി? വഖീല ലിന്നാസി ഹൽ അൻതും മുജ്തമിഊൻ, അവരെ ഒരുമിച്ച് കൂട്ടി. അപ്പൊ ഈ ഒരുമിച്ച് കൂട്ടിയ സമയത്ത്, അല്ലെങ്കിൽ ഒരുമിച്ച് കൂടാൻ വേണ്ടി അവരെ വിളിച്ച സമയത്ത്, നിങ്ങൾ വരണം അല്ലെങ്കിൽ വരുകയില്ലേ എന്ന രൂപത്തിൽ അവർ ഒരുമിച്ച് കൂട്ടിയ സമയത്ത് അവർ പറഞ്ഞ വാചകം അതാണ് അടുത്തത് അള്ളാഹു പറയുന്നത് 40-ാമത്തെ ആയത്ത്. എന്താണ്? ലഅല്ലന നത്തബിഉ സഹറ. ലഅല്ലന നത്തബിഉ, നമ്മൾ ചിലപ്പോൾ എന്ത് ചെയ്യും, സാഹിര്യങ്ങളെ നമുക്ക് പിൻപറ്റാലോ. ചിലപ്പോൾ എന്നുള്ള അർത്ഥത്തിലല്ല,
നമുക്ക് സാഹിര്യങ്ങളെ നമുക്ക് എന്ത് ചെയ്യാം, പിൻപറ്റാം അല്ലെങ്കിൽ അനുസരിക്കാം. ഇൻ കാനൂ ഹുമുൽ ഗാലിബൂൻ. അപ്പൊ അവര് നേരത്തെ പറഞ്ഞ രൂപത്തിലല്ല. നേരത്തെ ഖിബ്തികളുടെ അഭിപ്രായം എന്തായിരുന്നു? ഫിറഔനാണ് എന്ത് അവരുടെ എല്ലാം, ഫിറഔന് പറയുന്നതാണ് ശരി, അതല്ലാതെ ഫിറഔനല്ല മൂസാ നബിയുടെ ഭാഗത്ത് ഒരു ഹക്കുമില്ല എന്ന് പറഞ്ഞിരുന്ന ആളുകൾ, അവരിൽ വന്ന ഒന്നാമത്തെ മാറ്റമാണ് എന്താണ് ഇവിടെ പറയുന്നത്? നമ്മൾ സാഹിര്യങ്ങളെ പിൻപറ്റും, സാഹിര്യങ്ങളെയാണ് നമ്മൾ എന്ത് ചെയ്യാം, അനുസരിക്കുക. പക്ഷെ എന്തു വേണം? ഇൻകാനു ഹുമുൽ ഗാലിബൂൻ, അവരാണ് വിജയിക്കുന്നത് എങ്കിൽ. അപ്പൊ അവിടെ ഒരു നിബന്ധന അവരുടെ ഭാഗത്ത് നിന്നുണ്ട്. ആരാണോ വിജയിക്കുന്നത് എന്നല്ല, അവർ വിജയിച്ചാൽ നമ്മൾ അവരുടെ കൂടെ ഉണ്ടാവും. സ്വാഭാവികമായും അവർ വിജയിച്ചില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? നമുക്ക് ആലോചിക്കേണ്ടി വരും. ആ രൂപത്തിലുള്ള വർത്താനമാണ് സംസാരമാണ് അവരുടെ ഭാഗത്തുണ്ടാവുന്നത്. അപ്പൊ അതൊരു മാറ്റാണ്. നമ്മൾ നേരത്തെ വായിച്ച ആയത്തുകൾ എടുത്ത് നോക്കിയാൽ ഇത് അവരിൽ വന്ന ഒരു മാറ്റമാണ്. ഇത് ഖിബ്തികളാണ് പറയുന്നത്, ബനു ഇസ്രായേലുകളല്ല. ഖിബ്തികളാണ് പറയുന്നത് എന്ത്? ഇൻകാനു ഹുമുൽ ഗാലിബൂൻ, അവർ വിജയിക്കുകയാണെങ്കിൽ നമ്മൾ അവരെന്ത് ചെയ്യാം, അനുസരിക്കാം എന്നുള്ളതാണ് അവർ പറയുന്നത്. പക്ഷെ അവരെന്ത് പറഞ്ഞില്ല? ഹക്കാണെങ്കിലും അല്ലെങ്കിലും, മുഫസ്സിറുകൾ അത് പ്രത്യേകം എടുത്തു പറയേണ്ടി. സാഹിര്യങ്ങളുടെ ഭാഗത്ത് ഹക്ക് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മൾ എന്ത് ചെയ്യും? സാഹിര്യങ്ങൾ അനുസരിക്കുമെന്ന് അവരെന്ത് ചെയ്തിട്ടില്ല, പറഞ്ഞിട്ടില്ല. ഹക്കാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അത് സ്വീകരിക്കുമെന്നാണ്. ഇന്ന് നമ്മള് ചില മുസ്ലിമുകൾ തന്നെ പറയുന്നത് എന്താണ്? നമ്മള് ഈ ചില അനാചാരങ്ങളെ കുറിച്ചൊക്കെ പറയുമ്പോൾ ഇതൊക്കെ ചെയ്തിട്ട് അവരൊക്കെ നരകത്തിലാണെങ്കിൽ നമ്മളും എന്താണ്, നരകത്തിലേക്ക് തന്നെ പോവാന്നാണ് പറയുന്നത്. അത് നമുക്കറിയാലോ. പക്ഷെ ഫിറഔന്റെ ആളുകൾ പറയുന്നത്, സാഹിര്യങ്ങൾ പറയുന്നത് ഹക്കാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അനുസരിക്കും. അങ്ങനെ ഇത് ഒരുപാട് വിശദീകരിക്കാനൊന്നും ഇല്ല. അതുകൊണ്ടാണ് അതിന്റെ ആഴത്തിലുള്ള തഫ്സീറുകളിലേക്ക് പോവാത്തത്. പിന്നെ അതിന്റെ വാക്കുകൾ മാറ്റുന്നതുമായി ബന്ധപ്പെട്ടൊക്കെ ചർച്ചകൾ നമുക്ക് ആവശ്യമില്ല. അതുകൊണ്ടാണ് അത് വിശദീകരിച്ചു പോകുന്നത്. അങ്ങനെ അങ്ങനെ സാഹിര്യങ്ങളൊക്കെ എന്ത് ചെയ്യും? എല്ലാവരും വന്നു. ഈ പറഞ്ഞ 4 വിഭാഗങ്ങളിൽ നിന്നുള്ള 12,000, അതാണ് ഏറ്റവും ശരിയായ ഒരു അഭിപ്രായം. 12,000-ത്തിലധികം ആളുകൾ ഉണ്ടായിരുന്നു എന്നാണ്. അവരൊക്കെ വന്നു. അങ്ങനെ ഖാലൂ ലി ഫിർഔൻ, അവർ ഫിറഔനോട് ആദ്യം വന്നപാട് അവർ വന്ന ആവശ്യം അവർ പറയണം. എന്താണ്? ഫിറഔനോട് പറഞ്ഞു, അഇന്ന ലനാ ലഅജ്റാ, നമുക്ക് എന്തെങ്കിലും പ്രതിഫലം ഉണ്ടാവുമോ? നമുക്ക് പ്രതിഫലം ഉണ്ടാവുമോ? ഇൻകുന്നാ നഹ്നുൽ ഗാലിബീൻ, നമ്മളാണ് ആണെങ്കിൽ നഹ്നുൽ ഗാലിബീൻ, നമ്മളാണ് വിജയിക്കുന്നതെങ്കിൽ നമുക്ക് വല്ല പ്രതിഫലവും ഉണ്ടാകുമോ എന്ന് അവരെന്ത് ചെയ്യണം? ചോദിക്കണം. അപ്പൊ അവര് വന്നത് എന്തിനാണ്? അവര് പ്രതിഫലത്തിന് വേണ്ടിയാണ് അവർ വന്നത്. പണ്ഡിതന്മാർ ഇവിടെ പഠിപ്പിച്ചു തരുന്ന ഒരു കാര്യമാണെങ്കിൽ, ഹക്കിലേക്ക് ക്ഷണിക്കുന്ന, അല്ലെങ്കിൽ ഹക്കിന്റെ ആളുകളും ബാത്തിലിന്റെ ആളുകളും തമ്മിലുള്ള വലിയ ഒരു വ്യത്യാസമാണ്. ഹക്കിന്റെ ആളുകൾ എപ്പോഴും അവരെ ഹക്കിലേക്ക് ക്ഷണിക്കും, ആ ഹക്കിന് വേണ്ടി പണിയെടുക്കും, അതിനെ ദഅവത്ത് ചെയ്യും. അത് ചെയ്യുമ്പോഴൊക്കെ അവർക്ക് ഈ പറഞ്ഞ രൂപത്തിൽ എന്തെങ്കിലും ഉദ്ദേശം അവർക്ക് ഉണ്ടാവും. ഒരു പ്രതിഫലവും ആഗ്രഹിക്കാതെയാണ് ഹക്കിന്റെ ആളുകൾ എന്ത് ചെയ്യാൻ, അവരുടെ പ്രവർത്തനം ചെയ്യാൻ. പ്രത്യേകിച്ചും ദഅവാ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകളാണ് നമ്മൾ. അപ്പൊ ദഅവാ രംഗത്ത് നമ്മൾ പ്രവർത്തിക്കുമ്പോൾ നമ്മൾ പഠിച്ച ഒരു കാര്യം, അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കിയ ഒരു കാര്യം, നമ്മുടെ കയ്യിലുള്ള ആ ഹക്ക് അത് മറ്റൊരാൾക്ക് എത്തണമെന്ന ഒരു ഉദ്ദേശമല്ലാതെ വേറെ ഒരു ഉദ്ദേശവും നമുക്ക് എന്ത് ചെയ്യാൻ പാടില്ല, ഉണ്ടാകാൻ പാടില്ല. വേറെ ഒരു ഉദ്ദേശം, അത് സാമ്പത്തികമായാലും അത് വേറെ എന്തും അല്ലെ. അപ്പൊ നമുക്ക് ഒരുപാട് പരാതികൾ എന്ത് ചെയ്യും? പല സംഘടനാ രംഗത്തോ അല്ലെങ്കിൽ ദഅവാ രംഗത്തോ വരുന്ന പല രൂപത്തിലുള്ള പരാതികൾ ഉണ്ടാവും. എന്താണ്? എന്നെ അവന് പരിഗണിച്ചില്ല, ഞാൻ പറയുന്നത് കേട്ടിട്ടില്ല, എന്റെ അഭിപ്രായം സ്വീകരിച്ചിട്ടില്ല, ഞാൻ ഇത്രയൊക്കെ ചെയ്തിട്ടല്ലേ. പല ആളുകൾ പറയുന്നത്, ഇത്രയൊക്കെ ചെയ്തിട്ടും എന്നെ ഒന്ന് പരിഗണിച്ചിട്ട് പോലില്ല, എന്നെ സ്റ്റേജിലേക്ക് പോലും ചെയ്തിട്ടില്ല, ഇത്രയൊക്കെ ചെയ്തത് ഞാനാണ്, എന്നിട്ട് എന്നെ സ്റ്റേജിൽ പിടിച്ചിട്ടില്ല. ഇതാണ് ആളുകൾ പറയുന്നത്. പക്ഷെ ഹക്കിന്റെ ആളുകൾക്ക് എന്തുണ്ടാവില്ല. അപ്പൊ ഇത് ഹക്കിന്റെ ആളുകൾ, കാരണം ഇത് അവർ വന്നവരാരാണ്? ബാത്തിലിന്റെ ആളുകൾ. സാഹിര്യങ്ങൾ ആരാണ്? അവര് ബാത്തിലിന്റെ ആളുകളാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അവര് വന്നത് എന്തിനാണ്? അവരുടെ ജാലവിദ്യ കാണിക്കുന്നതിന് മുമ്പ് തന്നെ ഫിറൗനോട് ചോദിക്കണം, എന്താ? ഇന്നലെ അജറ, നമുക്ക് എന്തെങ്കിലും കിട്ടുമോ നമ്മൾ ചെയ്താൽ എന്നാണ്. പക്ഷേ ഹക്കിന്റെ ആളുകൾ, മുസ്ലിമീങ്ങളായ ആളുകൾ,
പ്രത്യേകിച്ചും ഈ ദഅവത്ത് ഏറ്റെടുത്ത നമ്മളൊക്കെ എന്ത് ചെയ്യണം? നമ്മളൊക്കെ മനസ്സിലുണ്ടാകേണ്ട, നമ്മൾ ഈ ദഅവ രംഗത്ത് ഒരു മീറ്റിങ്ങിൽ ഇരിക്കുകയാണെങ്കിൽ പോലും, ഒരു ക്ലാസ്, ഒരു മീറ്റിങ്ങിനോ, ഒരു പഠന ക്ലാസ്സിനോ, ഒരു ദഅവത്തിനോ, ഒരു ഫീൽഡ് ദഅവത്തോ, ഒരു ക്യാമ്പിലോ, എവിടെ നമ്മൾ പോകുകയാണെങ്കിലും നമ്മുടെ മനസ്സിൽ ഒരൊറ്റ ഉദ്ദേശം നമുക്ക് എന്ത് ചെയ്യാൻ പാടുള്ളൂ? ഉണ്ടാകാൻ പാടുള്ളൂ. അസ്സലാം. അതെന്താണ്? അത് ഈ ഹക്ക് അവനിലേക്ക് എത്തിച്ചു കൊടുക്കുക, അത് മാത്രം. ഒരു പ്രതിഫലവും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? ആഗ്രഹിക്കാൻ പാടില്ല എന്നുള്ളത്. അപ്പൊ അതിവിടെ ഒരു വ്യത്യാസമായിക്കൊണ്ട് പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തരുന്ന ഒരു കാര്യമാണ്. അപ്പൊ അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് വ്യാപാരരംഗത്തൊക്കെ ഒരുപാട് ഫിത്തനകൾക്ക് കാരണമുണ്ടാകുന്ന ഒരു കാര്യമാണ് ഞാൻ ഈ പറഞ്ഞത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഉദ്ദേശം എന്താണ്? അത് ആര് ചെയ്താലും നമ്മുടെ ഉദ്ദേശം എന്താണ്? അതൊരു ദഅവത്ത് എത്തുക. അത് 10, 15, 20 ആളുകളിലേക്ക് പരമാവധി ദഅവത്ത് എത്തുക എന്നുള്ളതാണ്. അത് ഞാൻ ചെയ്താലും വേറൊരാൾ ചെയ്താലും, അത് ഞാൻ ചെയ്തു എന്ന് വേറൊരാൾ അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും അത് എത്തുക എന്നുള്ളതാണ് എന്ത്? നമ്മുടെ അത് വേറൊരാളിലേക്ക് ലഭിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം എന്നുള്ളതാണ്. അപ്പൊ ഫിറഔൻ എന്താണ് പറഞ്ഞത്? നമുക്ക് എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഫിറഔൻ പറഞ്ഞു ഖാല. ഫിറഔൻ പറഞ്ഞു നഅം, അതെ. ഇൻ കുന്ന നഅം വഇന്നകും ഇദൻ വഇന്നകും, തീർച്ചയായും അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇദൻ ലമിനൽ മുഖറബീൻ, നിങ്ങൾ മുഖറബീങ്ങൾ. മുഖറബ് എന്ന് പറഞ്ഞാൽ എന്താ? അടുപ്പമുള്ള മുഖറബീങ്ങൾ എന്ന് പറഞ്ഞാൽ വാക്കർത്ഥമല്ല. മുഖറബീങ്ങൾ എന്ന് പറഞ്ഞാൽ എന്റെ അടുപ്പക്കാരിലായിരിക്കും പിന്നെ നിങ്ങൾ. അപ്പൊ ഇവര് ചോദിച്ചത് എന്താണ്? ഇവരെന്താ ചോദിച്ചത്? പ്രതിഫലാണ് ചോദിച്ചത്. അപ്പൊ നിങ്ങൾ മുഖറബീങ്ങൾ ആയിരിക്കും എന്ന് പറയേണ്ട ഉദ്ദേശം എന്താ? പ്രതിഫലം ഉണ്ട് എന്നാണല്ലോ പറയേണ്ടത്. പിന്നെ മുഖറബി എന്ന് പറയേണ്ട ആവശ്യം എന്താ? പ്രതിഫലം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ആ പ്രതിഫലം ഉണ്ട്, അല്ലെങ്കിൽ ഇന്ന പ്രതിഫലമാണെന്നാണ് പറയുന്നത്. പക്ഷെ ഫിറഔൻ എന്താ പറഞ്ഞത്? വലിയ ആലോചിക്കേണ്ട ചോദ്യം അല്ല, സിമ്പിളാണ്. അതെ. ഇപ്പൊ രാജാവിന്റെ ഏറ്റവും അടുത്ത ആളുകളാണെങ്കിൽ എന്തായിരിക്കും? അവർക്ക് കൊടുക്കുന്നതിൽ ഒരു പരിധി ഉണ്ടാവില്ല. ഒരു അജറ്, ഒരു കൂലി നിശ്ചയിച്ചാൽ ആ കൂലി മാത്രമല്ലേ കിട്ടുള്ളൂ. പക്ഷെ രാജാവിന്റെ അടുപ്പക്കാരൻ എന്ന് പറഞ്ഞ പിന്നെന്താണ്? അത്രയും നിങ്ങൾക്കുണ്ട്, അത്രയും നിങ്ങൾ നമ്മളായിട്ട് എന്തായിട്ടുണ്ടാവും? അടുത്തിട്ടുണ്ടാവും. നമ്മൾ ഒരിക്കലും അങ്ങനെ വെറുതെ വിടൂല എന്നുള്ള അർത്ഥത്തിൽ, വെറുതെ ഒഴിവാക്കൂല എന്നുള്ള അർത്ഥത്തിൽ ഫിറഔൻ പറയാണ്. അങ്ങനെ അവർക്കിടയിൽ ചർച്ചകൾ നടന്നു. അപ്പൊ ഇവിടെ 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 ഒരു ഭാഗം ഇവിടെ ഒഴിവാക്കിയിട്ടുണ്ട് ഈ ആയത്തിൽ. അത് നമുക്ക് നേരത്തെ മറ്റു ആയത്തുകളിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാം. എന്താ? സൂറത്ത് താഹയിൽ അല്ലാഹു പറയുന്നത് എന്താണ്? അങ്ങനെ അവര് ഒരുമിച്ച് കൂടി. മൂസാ നബിയും ഹാറൂൻ നബി ഉണ്ട്, അപ്പുറത്ത് അവരുണ്ട്. അപ്പൊ അവര് പറഞ്ഞു ഖാലു യാ മൂസ, മൂസാ നബിയോട് പറഞ്ഞു. അത് ഇവിടെ അല്ല, സൂറത്ത് താഹിലാണല്ലോ. എന്താണ്? ഇമ്മ അൻ തുൽഖിയ വ ഇമ്മ അൻ നകൂന അവ്വല മൻ അൽഖാ ഖാല ബൽ അൽഖു. അവർ തമ്മിൽ ഒരു ചർച്ച ഉണ്ടായി. എന്താണ്? ആദ്യം ആരാണ് വടിയിടേണ്ടത് എന്ന ഒരു ചർച്ച അവർക്കിടയിൽ ഉണ്ടായി. അപ്പൊ അവര് പറഞ്ഞു ഒന്നെങ്കിൽ നീട്ടോ അല്ലെങ്കിൽ ഞങ്ങൾ ആദ്യം ഇടാം, എന്താ ചെയ്യേണ്ടത് ചോദിച്ചു. അപ്പൊ മൂസാ നബി അലൈഹി സ്വലാം ബൽ അൽഖു, നിങ്ങൾ എന്ത് തോളിക്കുക. ഈ ഇവിടെ പറയുന്നത് എന്താണ്? ഫഅൽഖൗ ഹിബാലഹും. അപ്പൊ ആ ഭാഗമാണ് ഇവിടെ എന്ത് ചെയ്തത്? ഒഴിവാക്കിയത് എന്ന് പറയാൻ പറ്റൂല. ഖുർആൻ കാരണം ഖുർആൻ ഒരു ഭാഗത്തെ മറ്റൊരു ഭാഗം കൊണ്ടാണ് ഖുർആൻ എന്ത് ചെയ്യേണ്ടത്? നമ്മൾ വിശദീകരിക്കേണ്ടത്. അപ്പൊ മറ്റു സൂറത്ത് ത്വാഹയിലൊക്കെ ഉണ്ട്, അത് ഇവിടെ ഇല്ലാന്നുള്ളൂ. അപ്പൊ ഇവിടെ എന്താണുള്ളത്? ഫഅൽഖൗ ഹിബാലഹും, അവരുടെ ഹിബാൽ എന്ന് പറഞ്ഞാൽ എന്താ? ഹബില് വടിയല്ല, ഹബില് കയറാണ്. അതേപോലെ വഅസിയഹും, എന്ത്? വടി. അവരുടെ വടിയും കയറൊക്കെ അവരിട്ടു. വഖാലു ബിഇസ്സതി ഫിർഔൻ, അവർ പറഞ്ഞു. അവർ തുടങ്ങുകയാണ്. അപ്പൊ തുടങ്ങുമ്പോൾ അവരെന്താ പറഞ്ഞു? ബിഇസ്സതി ഫിർഔൻ, ഫിർഔനിന്റെ പ്രതാപം കൊണ്ട് ഇന്നാ ലനഹ്നുൽ ഗാലിബൂൻ, നമ്മളാണ് എന്ത് ചെയ്യാൻ പോകുന്നത്? വിജയിക്കാൻ പോകുന്നത് എന്നുള്ളതാണ് അവര് പറഞ്ഞത്. അപ്പൊ ഇവിടെ നമ്മൾ പഠിക്കേണ്ട വേറൊരു ഖുർആന്റെ മറ്റൊരു സ്ഥലത്ത് സൂറത്ത് ത്വാഹയിൽ അല്ലാഹു പറഞ്ഞതുപോലെ അവിടെ എന്താണ് സംഭവിച്ചത്? മൂസാ നബി അലൈഹി സ്വലാം അവര് വടിയിട്ടു. മൂസാ നബി അലൈഹി സ്വലാം എന്ത് ചെയ്യാണ്? അള്ളാഹുവിന്റെ കൽപ്പനക്ക് വേണ്ടി കാത്തിരിക്കുകയാണല്ലേ. അള്ളാഹുവിന്റെ കൽപ്പനക്ക് വേണ്ടി കാത്തിരുന്നപ്പോൾ മൂസാ നബി അലൈഹി സ്വലാം പേടിച്ചു എന്നാണ് അല്ലെ. അള്ളാഹുവിന്റെ കൽപ്പനക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. എന്നിട്ട് അള്ളാഹിന്റെ കൽപ്പനയ്ക്ക് ശേഷമാണ് മൂസാ നബി എന്ത് ചെയ്യുന്നത്? ആ വടി ഇടുന്നത്. അപ്പൊ ആ വടി എന്ത് ചെയ്തു? അവര് ഇട്ടതിനൊക്കെ അത് തിന്നുകളഞ്ഞു, അല്ലെങ്കിൽ നശിപ്പിച്ചു കളഞ്ഞു. അപ്പൊ ഇവിടെ ഒരു പാഠമുണ്ട്. എന്താണ്?
അത് ശരിക്കും ആയത്ത് പഠിക്കുമ്പോൾ നമുക്ക് വ്യക്തമായി മനസ്സിലാവും. ഇപ്പൊ മുഅ്ജിസത്തും കറാമത്തുകളും ഒക്കെ അത് മുഅ്ജിസത്ത് അമ്പിയാക്കളുടെ കഴിവാണ്, അല്ലെങ്കിൽ കറാമത്തുകൾ ഔലിയാക്കളുടെ കഴിവാണ് എന്ന് പറയുമ്പോൾ മുഅ്ജിസത്ത് മൂസാ നബിയുടെ കഴിവല്ല എന്നുള്ളതിനുള്ള തെളിവാണ് എന്ത് യഥാർത്ഥത്തിൽ ആ സംഭവിച്ചത്. കാരണം മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ കഴിവ് സ്വന്തം കഴിവാണ് എന്നുണ്ടെങ്കിൽ മൂസാ നബി അലൈഹി ഇസ്ലാം പേടിക്കേണ്ട ആവശ്യമില്ല. കാരണം എന്താ, ആദ്യം ഒരിക്കൽ വടിയിട്ടിട്ടുണ്ട്, ആ വടിയിട്ടപ്പോ അത് എന്തായിട്ടുണ്ട്, ഇത് പാമ്പായിട്ടുണ്ട് അല്ലെ. ആദ്യം വടിയിട്ടപ്പോ അത് പാമ്പായിട്ടുണ്ട്. ഇപ്പൊ രണ്ടാമത് ഇടുമ്പോഴും പിന്നെയും മൂസാ നബി അലൈഹി സ്വലാം എന്ത് ചെയ്യണം, അള്ളാഹിന്റെ കൽപ്പനയ്ക്ക് വേണ്ടി കാത്തിക്കണം എന്ന് മാത്രമല്ല മൂസാ നബി അലൈഹി സ്വലാം പേടിക്കണം. ഇത് മൂസാ നബിയുടെ കഴിവാണ്, അള്ളാഹ് കൊടുത്ത കഴിവാണെന്നുണ്ടെങ്കിൽ മൂസാ നബി എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, പേടിക്കേണ്ട ഒരു ആവശ്യം ഇല്ല എന്നുള്ളതാണ് അവിടെ നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പൊ അങ്ങനെ അവര് പിന്നെ അവർ തമ്മിൽ ചർച്ചകൾ നടന്നു. ഫൈദാ ഹിബാലുഹും വഇസിയുഹും, അത് മറ്റൊരു സൂറത്തിൽ അള്ളാഹു പറയുന്നത് എന്താണ്, അവരിട്ട വടിയും അതേപോലെ എന്താണ് അവരുടെ കയറുകളും അതൊക്കെ യുഖയ്യലു ഇലൈഹി മിൻ സിഹ്രിഹിം അന്നഹാ തസ്ആ. അത് പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ഭാഗമാണ്. അവർ വടിയിട്ടപ്പോ യുഖയ്യലു ഇലൈഹി എന്നാണ്, തോന്നിപ്പിച്ചു എന്നാണ്. ഖയ്യൽ എന്ന് പറഞ്ഞാൽ തോന്നിപ്പിച്ചു. അന്നഹാ തസ്ആ, അത് സഞ്ചരിക്കുന്നുണ്ട് എന്നുള്ളത് അവർക്ക് തോന്നിപ്പിച്ചു എന്നുള്ളതാണ്. ആയത്തിന്റെ അവസാനം പറയുന്നത് വലാ യുഫ്ലിഹു സാഹിറു ഹൈസു അതാ. ഒരിക്കലും ഒരു സാഹിർ എവിടെയാണെങ്കിലും എങ്ങനെയാണെങ്കിലും ഒരു സാഹിർ എന്ത് ചെയ്യുകയില്ല, വിജയിക്കുകയില്ല. അപ്പൊ ഇവിടെയാണ് ഞാൻ പറഞ്ഞത് സിഹിർ രണ്ട് തരത്തിലുണ്ട്. സിഹിർ രണ്ട് തരത്തിൽ. അപ്പൊ ഇവിടെ ഈ ആയത്ത് യുഖയ്യലു ഇലൈഹി എന്ന ആയത്ത് വെച്ച് ചില ആളുകൾ പറയും സിഹിർ എന്ന് പറഞ്ഞ എന്തല്ല, സിഹിർ എന്ന് പറയുന്ന ഒരു സാധനം ഇല്ല. അത് എന്ത് ചെയ്യാണ്, ഖുറാനിൽ പറഞ്ഞതുപോലെ അത് കണ്ണിന് തോന്നിപ്പിക്കുന്ന അല്ലെങ്കിൽ ഒരു മനുഷ്യന് തോന്നിപ്പിക്കുന്നത് മാത്രമാണ് സിഹിർ. സിഹിറിന് ഹഖീഖത്തില്ല, യാഥാർത്ഥ്യമില്ല എന്ന് ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് എന്ത് ചെയ്യും ചില ആളുകൾ പറയും. അപ്പോഴാണ് പണ്ഡിതന്മാർ ഇബ്നു ബാസ് റഹിമഹുല്ലാഹ് പറയുന്നത് സിഹിർ രണ്ട് തരം, സിഹിറും ബിൽ അമൽ വസിഹിറും ബിൽ തഖയ്യുർ. രണ്ട് സാധനം. സിഹിറും ബിൽ തഖയ്യുർ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ രൂപത്തിൽ അത് പഠിച്ചെടുക്കാൻ പറ്റി, അത് രണ്ടും പഠിച്ചെടുക്കാൻ പറ്റുകയാണ് സിഹിർ. രണ്ടും എന്ത് ചെയ്യാണ്, ഒരാൾക്ക് വേണമെങ്കിൽ പഠിച്ചെടുക്കാൻ പറ്റിയതാണ് സിഹിർ. അപ്പൊ അതിൽ ഒന്ന് കണ്ണിന് തോന്നിപ്പിക്കുന്ന കാര്യം, നേരത്തെ പറഞ്ഞതുപോലെയുള്ള മൂസാ നബിയുടെ സംഭവത്തിലുള്ള. മറ്റേത് ഹഖീഖത്തുള്ള സിഹിർ എന്തുണ്ട്, യഥാർത്ഥത്തിൽ ഒരു സിഹിർ വേറെയും ഉണ്ട്, തഖയ്യുലല്ലാത്ത ഒരു സിഹിറും ഉണ്ട്. അതിന് തെളിവെന്താണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ബന്ധപ്പെട്ട ഹദീസ് തന്നെയാണ് അതിനുള്ള തെളിവ് എന്ന് നമ്മൾ എന്ത് ചെയ്യാം, മനസ്സിലാക്കുക. അതിനെക്കുറിച്ച് പരിശുദ്ധ ഖുർആനിൽ എന്തുണ്ട്, പരാമർശമുണ്ട്. സൂറത്തുൽ ബഖറയിലെ 102-ാമത്തെ ആയത്ത് നമ്മൾ എടുത്തു നോക്കിയാൽ നമുക്ക് അവിടെ കാണാം. അപ്പൊ ഇവിടെ എന്താ സംഭവിക്കുന്നത്, 45-ാമത്തെ ആയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ് ഫഅൽഖാ മൂസ അസാഹു ഫഇദാ ഹിയ തൽഖഫു മാ യഖഫൂൻ. ഫഅൽഖാ മൂസ അസാഹു, അങ്ങനെ മൂസാ നബി അലൈഹിസ്സലാം മൂസാ നബിയുടെ വടി എന്ത് ചെയ്തു, താഴ്ത്തി. ഫഇദാ ഹിയ തൽഖഫു മാ യഖഫൂൻ, അതാ മൂസാ നബിയുടെ വടി അതെന്ത് ചെയ്യണം, തൽഖഫ് എന്ന് പറഞ്ഞാൽ അത് എന്ത് ചെയ്യാ, വിഴുങ്ങുന്നതാണ്. അവർ അവർ ഉണ്ടാക്കി വെച്ച, അവർ കള്ളത്തിലൂടെ ഉണ്ടാക്കി വെച്ച എന്തൊക്കെയുണ്ടോ അതിനൊക്കെ മൂസാ നബിയുടെ വടി എന്ത് ചെയ്യാന്, അത് വിഴുങ്ങി എന്നുള്ളതാണ്. അപ്പൊ എന്താ സംഭവിച്ചത്, അവരുടെ ഉണ്ടായിരുന്ന സാഹിര്യങ്ങളൊക്കെ എന്ത് ചെയ്തു, അവരൊക്കെ സുജൂദ് ചെയ്തു, അവർ വീണു സുജൂദിലേക്ക്. ആ സാഹിര്യങ്ങളൊക്കെ വീണു. കാരണം അവർ സിഹിർ പഠിച്ച ആളുകളാണ് അല്ലെ. ആ വന്ന ആളുകളൊക്കെ നമ്മൾ പറഞ്ഞു, ലോകത്ത് അറിയപ്പെടുന്ന 4 സിഹിർ അറിയപ്പെടുന്ന 4 സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ 4 രൂപത്തിലാണ് സിഹിർ ഉണ്ടായിരുന്നത്, അല്ലെങ്കിൽ 4 കൂട്ടം ആളുകൾ ഉണ്ടായിരുന്നത്. ആ 4 കൂട്ടത്തിലെയും പ്രധാനികളായ ആളുകളെയാണ് ഫിറഔൻ എന്ത് ചെയ്തത്, കൊണ്ടുവന്നത്. അപ്പൊ അവർ സാഹിര്യങ്ങളാണ്. അവരിത് കണ്ടപ്പോൾ അവർക്ക് മനസ്സിലായി എന്ത്, ഇത് സിഹിർ അല്ല, ഇത് സിഹിർ അല്ല എന്ന് അവർക്ക് ബോധ്യപ്പെട്ടു. ഇത് സിഹിർ അല്ലാത്ത വേറെന്തോ ഒന്നാണ് എന്ന് അവർക്ക് ബോധ്യപ്പെട്ടു. അങ്ങനെയാണ് അവരൊക്കെ എന്ത് ചെയ്തതും, അവരൊക്കെ സുജൂദ് ചെയ്തു എന്നുള്ളതാണ്. മാത്രമല്ല പിന്നെ കാണാം ഖാലു ആമന്നാ ബിറബ്ബിൽ ആലമീൻ, ആമന്ന നമ്മൾ വിശ്വസിച്ചിരിക്കുന്നു, ബിറബ്ബിൽ ആലമീൻ സർവ്വലോകങ്ങളുടെയും രക്ഷിതാവായ റബ്ബിൽ, ആ രക്ഷിതാവിൽ നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നു, വിശ്വസിച്ചിരിക്കുന്നു. റബ്ബി മൂസ വ ഹാറൂൻ, മൂസയുടെയും ഹാറൂനിന്റെയും റബ്ബിൽ നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നു, വിശ്വസിച്ചിരിക്കുന്നു. അപ്പൊ ഇവിടെ നമുക്കൊരു പാഠമുണ്ട്.
എന്താണ് ഈമാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്തെയാണ്? ഒരാൾക്ക് ആ ഈമാൻ അല്ലെങ്കിൽ ഒരാൾക്ക് ഹിദായത്ത് അത് ലഭിക്കാൻ പ്രത്യേകിച്ച് എന്ത് വേണ്ട? ഒരു കാരണമോ അല്ലെങ്കിൽ പ്രത്യേകിച്ച് പിന്നെ അധ്വാനമൊന്നുമില്ല. അള്ളാഹു ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് എന്ത് ചെയ്യും? അവൻ ഉദ്ദേശിക്കുന്ന ഹിദായത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല എത്തിച്ചു കൊടുക്കും. ഇതിന്റെ തൊട്ടടുത്ത ആയത്ത്, ആ ആയത്ത് കൂടി നമുക്ക് പഠിച്ചാൽ നമുക്ക് മനസ്സിലാവും. അള്ളാഹ് അവിടെ പറയാ, അപ്പോ ഫിറഔൻ അവരോട് പറയാണ്, ഖാല ആമൻതും ലഹു ഖബ്ല അൻ ആദന ലക്കും. ഖാല ഫിറഔനോട് ചോദിക്കണം, ആമൻതും നിങ്ങൾ വിശ്വസിക്കാണോ? ഖബ്ല അൻ ആദന ലക്കും, ഞാൻ നിങ്ങൾക്ക്, കാരണം ഞാനാണ് നിങ്ങൾ എന്ത് ചെയ്തത്? ഇങ്ങോട്ട് കൊണ്ടുവന്നത്. അപ്പൊ ഞാൻ നിങ്ങൾക്ക് അനുവാദം തരുന്നതിന് മുമ്പ് നിങ്ങൾ എന്ത് ചെയ്യാണ്? മൂസയെ വിശ്വസിക്കാണോ? ഇന്നഹു, എങ്കിൽ ഇന്നഹു ലകബീറുക്കും, അവനാണ് എന്ത്? നിങ്ങളുടെ നേതാവ്. അല്ലെങ്കിൽ മൂസാ നബിയെ കുറിച്ചാണ്. മൂസ നിങ്ങളുടെ നേതാവാണ്, നിങ്ങളെ ഏറ്റവും വലിയ ആൾ, നിങ്ങളെ പഠിപ്പിച്ച നേതാവാണ്. അല്ലദീ അല്ലമക്കും സിഹർ, നിങ്ങളെ സിഹിർ പഠിപ്പിച്ചത് തന്നെ ആരായിരിക്കും? മൂസയെ. ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ നിന്ന് ആളെ കൊണ്ടുവന്ന് തോറ്റു എന്നായപ്പോ ഫിറഔൻ എന്ത് ചെയ്യാണ്? പറയണം, മൂസയാണ് നിങ്ങൾ എന്ത് ചെയ്തത്? അപ്പൊ മൂസാ നബിയാണ്, മൂസയാണ് നിങ്ങളെ ഈ സിഹറൊക്കെ പഠിപ്പിച്ച നിങ്ങളുടെ ഉസ്താദ് മൂസയാണ് എന്ന് ഫിറഔനോട് പറയാണ്. ഫലസൗഫ തഅലമൂൻ, അത് നിങ്ങൾക്ക് പിന്നീട് ഇതിന്റെ പ്രതിവിധി അല്ലെങ്കിൽ ഇതിന്റെ പ്രതിഫലനങ്ങൾ, ഇതിന്റെ അനന്തരഫലം നിങ്ങൾ പിന്നീട് അനുഭവിക്കും. എന്താണ്? ലൗഖത്തിഅന്ന ഐദിയകും വഅർജുലകും, ലൗഖത്തിഅന്ന, ഞാൻ തീർച്ചയായും മുറിച്ചു കളയും, ഐദിയക്കും, നിങ്ങളുടെ രണ്ട് കൈകളെയും, വഅർജുലകും, നിങ്ങളുടെ രണ്ട് കൈയല്ല, കൈയും കാലും. ഒരുപാട് ആൾക്കാരുണ്ടല്ലോ. മിൻ ഖിലാഫ്, എങ്ങനെയാണ്? വ്യത്യസ്ത ദിശയിൽ, അഥവാ വലത്തെ കൈ മുറിച്ചാൽ ഇടത്തെ കാല് മുറിക്കും. അങ്ങനെ വല ഉസല്ലിബന്നകും അജ്മഈൻ, ഞാൻ നിങ്ങളെ എന്ത് ചെയ്യും? കുരിശിൽ കയറ്റുകയും ചെയ്യും. അവരെന്താണ് കൊടുത്ത മറുപടി? ഖാലു ലാ ദയ്ർ, എന്താണ്? നമുക്ക് ഒരു പ്രശ്നവുമില്ല. ഇന്ന ഇലാ റബ്ബിനാ മുൻഖലിബൂൻ, നമ്മൾ നമ്മുടെ റബ്ബിലേക്ക് മടങ്ങുന്നവരായി. അപ്പൊ ഇവിടെ ഒരു പാഠം സഹോദരങ്ങളെ, ഒരാൾക്ക് ഈമാൻ എന്ന് പറഞ്ഞാൽ, നമ്മൾ പറയല്ലേ ഈമാൻ, നല്ല ഈമാനുള്ള ആളാണ്, അല്ലെങ്കിൽ ഈമാൻ കൂടുക കുറയുക, ഇതൊക്കെ ഒരുപാട് കാലം, ഇപ്പൊ 10-15 കൊല്ലം അല്ലെങ്കിൽ 30-40 കൊല്ലം ഒരാൾ മുഅ്മിനായി എന്നുള്ളത് കൊണ്ട് അയാൾക്ക് ഭയങ്കര ഈമാൻ ഉണ്ടായി. അപ്പൊ ഈമാൻ എന്ന് പറയുന്നത് എന്തല്ല, ഒരുപാട് കാലം പിന്നെന്ത് ഇബാദത്ത് ചെയ്ത്, ഒരുപാട് കാലം നിസ്കരിച്ച്, ഒരുപാട് കാലം അങ്ങനെ കിട്ടുന്നതല്ല എന്ത് യഥാർത്ഥത്തിൽ ഈമാൻ എന്ന് പറഞ്ഞാൽ. അങ്ങനെ കിട്ടും, പക്ഷെ ഇവിടെ ഇവർ ഈ സാഹിബികളുടെ ചരിത്രങ്ങൾ എടുത്തു നോക്കി, ഒരു നിമിഷം കൊണ്ടാണ് അവരെന്ത് ചെയ്യുന്നത്? ഫിറഔൻ അവരോട് പറയാൻ, നിങ്ങളെ കഠിനമായി ഞാൻ ശിക്ഷിക്കുമെന്നാണ്. അപ്പൊ കഠിനമായി ഞാൻ നിങ്ങളെ ശിക്ഷിക്കുമെന്ന് പറഞ്ഞപ്പോഴും അവരവിടെ പിടിച്ചു നിൽക്കുന്നത്, അതാണല്ലോ ഈമാൻ. ആ ഒരു ചെറിയ സമയം കൊണ്ട് അവരുടെ മനസ്സിലേക്ക് എന്ത് ചെയ്യാണ്? അള്ളാഹു ആ പ്രകാശത്തെ ഇട്ടുകൊടുക്കാൻ, അല്ലെ? ഒരു ചെറിയ സമയം കൊണ്ടല്ലേ അവർക്ക് അത്രയും ഈമാനിൽ ആ ഒരു ദൃഢതയും ആ ഒരു ഉറപ്പും അവർക്ക് ലഭിച്ചത് ഒരു ചെറിയ സമയം കൊണ്ടാണ്. അപ്പൊ അത് നമുക്കിവിടെ വായിച്ചെടുക്കാൻ പറ്റുന്ന പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തരുന്ന ഒരു കാര്യമാണ്. ഇവിടെ സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഒരു കൂട്ടം ആളുകളെ സഹായിക്കാൻ അവൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ അവൻ സഹായിക്കും എന്നുള്ളതാണ്. ഇപ്പൊ നിങ്ങൾ നോക്ക്, പരിശുദ്ധ ഖുർആനില് പല സ്ഥലങ്ങളിൽ, സൂറത്തു ത്വാഹയിൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് എന്താണ്? സൂറത്തു ത്വാഹയിൽ മൂസാ നബിയുടെ ചരിത്രത്തെ പറയുന്നിടത്ത് അല്ലാഹു പറയുന്നത്, ഇതിനെ അടുത്ത് പറയാൻ പോണ ചരിത്രം അത് തന്നെയാണ്. എന്താണ്? അവര് മുങ്ങി, ഫിറഔനും കൂട്ടരും അവരെ നശിപ്പിക്കും അല്ലെങ്കിൽ അവരെ ഇല്ലാതെയാക്കും എന്ന് അവർക്ക് ഉറപ്പായ സമയത്ത് പോലും മൂസാ നബി അലൈഹി സ്വലാം പറയുന്നത് അള്ളാഹു കൂടെ ഉണ്ടെന്നാണ്. അതേപോലെ യൂസുഫ് നബി അലൈഹി സ്വലാമിന്റെ ചരിത്രം, അങ്ങനെ പലരുടെയും ചരിത്രം നമ്മൾ വായിച്ചു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, അള്ളാഹുവിന്റെ സഹായം എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കാത്ത സമയത്ത്, നമ്മൾ വിചാരിക്കാത്ത രൂപത്തിൽ നമുക്ക് എന്ത് ചെയ്യുന്നതാണ്? ലഭിക്കുന്നതാണ്. ഇൻഷാ അല്ലാഹ് ഈ ഒരു ഭാഗവുമായി ബന്ധപ്പെട്ട് അള്ളാഹുവിന്റെ സഹായം നമുക്ക് എപ്പോഴാണ് ലഭിക്കുക? അത് യഥാർത്ഥത്തിൽ നമ്മൾ ഇതിനോട് ചേർത്ത് വായിക്കേണ്ട ഒന്നാണ്. അള്ളാഹുവിന്റെ സഹായം നമുക്ക് എങ്ങനെ ലഭിക്കാം? നമ്മൾ ഒരുപാട് പ്രതിഷേധിച്ചതുകൊണ്ട്, അതേപോലെ നമ്മൾ എല്ലാ മുസ്ലിമുകളും ഒരുമിച്ച് കൂടി എന്നുള്ളത് കൊണ്ട് മാത്രം അള്ളാഹിന്റെ സഹായം ലഭിക്കുമോ നമുക്ക്? ഇല്ല. ഇപ്പൊ മൂസാ നബി ഇതുവരെ നമ്മൾ വായിച്ച ഈ ചരിത്രം നമ്മൾ എടുത്തു നോക്കാം, അവിടൊക്കെ എന്താ സംഭവിച്ചത്? അവിടൊക്കെ അതിൽ നിന്നൊക്കെ പാഠങ്ങൾ, ഒന്നാമത്തെ കാര്യം എന്താണ്? ഒന്നാമത്തെ കാര്യം തൗഹീദ് ഉണ്ടാവുക എന്നുള്ളതാണ്, അല്ലെ? മൂസാ നബി അലൈഹി സ്വലാം പിന്നെ മദീനയിലേക്ക് പോയതും
അവിടുന്ന് അള്ളാന്റെ കൽപ്പന പ്രകാരം തിരിച്ചു വന്നതും ഇതൊക്കെ എന്തിനു വേണ്ടിയാണ്? എന്തിനാണ് പറയൂ? തൗഹീദിന്റെ ദഅവത്തിന് വേണ്ടിയാണ് അല്ലെ? രണ്ടാമത് ഫിറഔന്റെ ആളുകളൊക്കെ ആ സാഹിര്യങ്ങളൊക്കെ ഒരുമിച്ച് കൂടി ഇപ്പൊ സാഹിര്യങ്ങളുടെ ഭാഗത്ത് നിന്ന് എന്തുണ്ടായത്? ആമന്നാ ബി റബ്ബിൽ ആലമീൻ, റബ്ബുൽ ആലമീൻ തൗഹീദാണ് അവിടെ വിഷയം. അപ്പൊ ഇവിടെ ഒക്കെ അള്ളാഹുവിന്റെ വിജയം ഉണ്ടാകണമെങ്കിൽ ഒന്നാമത്തെ കാര്യം എന്താണ്? കലർപ്പില്ലാത്ത വ്യക്തമായ തൗഹീദ് നമുക്ക് ഉണ്ടാകണം എന്നുള്ളതാണ്. ആ തൗഹീദ് ഇല്ലെങ്കിൽ പിന്നെ ഈ പറഞ്ഞ കാര്യങ്ങൾ കൊണ്ടൊന്നും കാര്യമില്ല എന്നുള്ളതാണ് നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ടത്. അള്ളാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ തന്നെ പറഞ്ഞു, നിങ്ങൾക്ക് ദുനിയാവിൽ നമ്മൾക്ക് അറിയുന്ന ആയത്താണ്, ദുനിയാവിൽ ആധിപത്യം നൽകും, ദുനിയാവിന്റെ ആർഭാടങ്ങൾ നൽകും, ഒക്കെ നൽകും. എപ്പോ? യഅ്ബുദൂനനി വലാ തുശ്രികൂന ബി ശൈഅ, ഇബാദത്ത് ചെയ്യുക, ശിർക്ക് ചെയ്യാതിരിക്കുമ്പോഴാണ് നിങ്ങൾക്കിത് ലഭിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഇതാണ് ഈ ചരിത്രവുമായി ബന്ധപ്പെട്ട് നമുക്ക് ഒരു ആകത്തുകയായി നമുക്ക് മനസ്സിലാക്കാനുള്ളത്. ഒരുപാട് വിശദീകരിച്ചു ഒന്നും ഇവിടെ പറയാനൊന്നും നമുക്കില്ല. ഇവിടെ നമുക്കുള്ള ഒരു പാഠം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2-3 കാര്യങ്ങളാണ്. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അവസാനം പഠിച്ചത്, ഇസ്ലാം സ്വീകരിച്ച് ഒരു മിനിറ്റ് പോലും, ഒരു ചെറിയ സമയം പോലും ആവാത്ത ആളുകൾക്കുണ്ടായ ഒരു ഈമാനുണ്ട്. ആ ഈമാനാണ് യഥാർത്ഥത്തിൽ എന്തുണ്ടാവേണ്ടത്? നമുക്ക് ഉണ്ടാകുന്നത്. എത്ര വലിയ പ്രതിസന്ധിയിലും എത്ര വലിയ പ്രയാസത്തിലും ഈ പറഞ്ഞ ഇസ്ലാമിന്റെ ആശയങ്ങൾ അല്ലെങ്കിൽ തൗഹീദ് അല്ലെങ്കിൽ ഇസ്ലാമിന്റെ കാര്യങ്ങളിൽ നമ്മൾ ഒരു ഇളവ് നമ്മളെ ഭാഗത്തിന്റെ ഉണ്ടാവാൻ പാടില്ല. നമ്മുടെ നാട്ടിലൊക്കെ പല ആളുകളും അവര് പിന്നെ തൗഹീദും സുന്നത്തും ഒക്കെ മനസ്സിലാക്കിയ ആളുകളായിരിക്കും. നാട്ടിലേക്ക് പോയി വീട്ടുകാരെ പേടിച്ചെന്ത് ചെയ്യും? പിന്നെ നാട്ടിൽ ഈ തൗഹീദും സുന്നത്തും ഒന്നും ഇല്ലാതെ നടക്കുന്ന എത്രയോ ആൾക്കാരുണ്ട്. ഇവിടെ ഭയങ്കര തൗഹീദൊക്കെ ഉള്ള ആളുകളായിരിക്കും. നാട്ടിൽ പോയാൽ അവരെന്താണ്? അവര് കുടുംബക്കാരെ പേടിച്ച്, വീട്ടുകാരെ പേടിച്ച്, അല്ലെ? അപ്പൊ അവർക്കൊക്കെ ഈ ഈ ഒരു സംഭവങ്ങൾ പാടാണ്. നമുക്കൊക്കെ അറിയുന്ന ആളുകൾ തന്നെ ഉണ്ട്. അവര് ഗൾഫിലൊക്കെ ആയിരുന്ന സമയത്തൊക്കെ നല്ല തൗഹീദുള്ള നല്ല മുവഹിദുകളായ ആളുകളായിരുന്നു. പിന്നെ നാട്ടിൽ പോയി താമസിക്കാൻ തുടങ്ങിയതിനു ശേഷം ഇപ്പോ ആ തൗഹീദിലൊന്നുമില്ല. അവരുടെ മനസ്സിലതുണ്ട്, കാരണം അവർ പഠിച്ച് മനസ്സിലാക്കുന്നതാണല്ലോ. അത് മനസ്സിൽ പോകില്ലല്ലോ, മനസ്സിലുണ്ട്. പക്ഷെ അവരെന്ത് ചെയ്യുന്നില്ല? അവർക്ക് പ്രകടിപ്പിക്കാൻ കുടുംബക്കാരെ പേടിയാണ്. ഈ ഇസ്ലാം സ്വീകരിച്ച ഒരു മിനിറ്റ് പോലും ആവാതെ അത്രയും ദൃഢമായ ഈമാന് പ്രകടിപ്പിച്ച ആളുകളുടെ ഈമാന് പോലും നഷ്ടപ്പെട്ടു പോയ ആളുകളെയാണ്. അപ്പൊ ആ ഈമാൻ നമുക്ക് ഉണ്ടാകണം എന്നുള്ളതാണ്. രണ്ടാമത്തേത്, ഇൻ തൻസുറുല്ലാഹി യൻസുർക്കും, നിങ്ങൾ അള്ളാഹനെ സഹായിക്കുകയാണെങ്കിൽ അള്ളാഹു നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ തീർച്ചയായും സഹായിക്കും. അത് ഇൻഷാ അല്ലാഹ് ഇനി നിങ്ങൾ പഠിക്കാൻ പോണ ചരിത്രത്തിന്റെ ബാക്കി ഭാഗം വായിച്ചാൽ അത് കൂടുതൽ നമുക്ക് ബോധ്യപ്പെടുന്ന ഒരു കാര്യമാണ് എന്നുള്ളതാണ്. മൂന്നാമത്തെ ഒരു കാര്യം നമ്മൾ പഠിച്ചത്, ദീനിന്റെ കാര്യങ്ങളിൽ ഒന്നും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? ദുനിയാവിന്റെ ഒരു കാര്യവും നമ്മൾ അതിന്റെ പ്രതിഫലമായി നമ്മൾ ആഗ്രഹിക്കാൻ പാടില്ല. അത് പൈസയാകട്ടെ, അത് സ്ഥാനമാനങ്ങളാകട്ടെ, അത് സ്വീകാര്യത, അത് പിന്നെ എന്താ പറയാ ആദരവ്, എന്തുമാവാം. അതൊന്നും ദീനിന്റെ ദഅവാ രംഗത്ത് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? ആഗ്രഹിക്കാൻ പാടില്ല. അതിന് ചില ഉദാഹരണങ്ങൾ ഞാൻ പറഞ്ഞു. നമ്മുടെ ഭാഗത്ത് വരും, എന്ത് ഞാൻ ഇത്രയൊക്കെ ചെയ്തിട്ടും എന്നോട് ഇങ്ങനെ പറഞ്ഞു. അങ്ങനെയുള്ള ഒരു രൂപം നമ്മുടെ ഭാഗത്ത് ഉണ്ടാകാൻ പാടില്ല. നമുക്ക് അവസാനിപ്പിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല കൂടുതൽ പഠിക്കാനും മനസ്സിലാക്കാനുള്ള തൗഫീഖ് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. صلى الله على نبينا محمد والحمد لله رب العالمين. السلام عليكم. നമുക്ക് ഇൻഷാ അല്ലാഹ് ഒരു ആയത്ത് ഓതിട്ട് പോയാൽ പോലെ